പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദീർഘനാളുകളായി, അതായത് ഒരുപാട് വർഷങ്ങളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരായി LDF ഇരുന്നാലും UDF ഇരുന്നാലും നിയമിക്കപ്പെട്ടുകൊണ്ടിരുന്നത് രാഷ്ട്രീയക്കാരായിരുന്നു. ഇപ്പോൾ LDFിൻ്റെ കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ കുറിച്ചിട്ടാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ PS പ്രശാന്ത്, A പത്മകുമാർ, N വാസു, അതിനിടയിൽ വന്ന അനന്തഗോപൻ, അതിനു മുമ്പ് UDFിൻ്റെ കാലത്തിരുന്ന G രാമൻ നായർ, അതുപോലെ തന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് രാഷ്ട്രീയക്കാരെയാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി കേൾക്കുന്ന. മെമ്പർമാരായിട്ടും രാഷ്ട്രീയക്കാരാണ് അവർ. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി നിയമിക്കപ്പെടാൻ ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് ഒരു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥരാണ്. ആ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ പേര് ശ്രീമാൻ K ജയകുമാർ എന്നാണ്. അദ്ദേഹം ഒരു ഗാനരചയിതാവാണ്. ഒരു വടക്കൻ വീരഗാഥയിലെ ചന്ദനലേപ സുഗന്ധം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പാട്ട് ഒന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പം പെരുകേട്ട ഒരു ഗാനരചയിതാവും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി നിയമിതനാവുകയാണ്. അദ്ദേഹം ഇതെന്തോ ഭഗവാൻ നൽകിയ ഒരു നിയോഗമാണ്, അതുകൊണ്ട് അങ്ങനെയാണ് തനിക്ക് ആ സ്ഥാനം ലഭിച്ചിരിക്കുന്നത് എന്നും, അവിടെ വിവാദത്തിൻ്റെ നടുവിലാണല്ലോ താൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആകുന്നത് എന്നുള്ള ചോദ്യത്തിന് ഭഗവാനല്ലേ അവിടെ ഇരിക്കുന്നത്, അയ്യപ്പനല്ലേ അവിടെ ഇരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ടതില്ല എന്നുമൊക്കെ അദ്ദേഹം പറയുന്നത് ഞാനിപ്പം യൂട്യൂബിൽ ഞാൻ അങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ശ്രീമാൻ K ജയകുമാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയതോടുകൂടി എന്തോ വലിയ മാറ്റമുണ്ടാകാൻ പോകുന്നുവെന്നും വളരെ നീതിമാനായിട്ടുള്ള ഒരു റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥൻ ആ തസ്തികയിലേക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകളും കാര്യങ്ങളുമൊക്കെ കാണാനിടയായ പശ്ചാത്തലത്തിലാണ് ഇയാളുടെ യഥാർത്ഥത്തിൽ ആരാണ്, ഇയാളുടെ ക്യാരക്ടർ എന്താണ്, ഇയാൾ നീതിമാനായ കാര്യക്ഷമതയുള്ള ഒരു ഉദ്യോഗസ്ഥനാണോ എന്ന് ഞാനൊന്ന് പരിശോധിച്ചത്. സുഹൃത്തുക്കളെ, പരിശോധനയുടെ അവസാനം ഞാൻ എത്തിച്ചേർന്ന നിഗമനം എന്ന് പറയുന്നത്, ഇയാൾ ഏറ്റവും വലിയ ഒരു അവസരവാദിയും ഏത് നിറത്തിലുള്ള രാഷ്ട്രീയക്കാരൻ്റെയും കാല് നക്കാൻ, അവർക്ക് ഓശാന പാടാൻ, അവരുടെ കോടാലിക്കൈയാവാൻ, അവർക്ക് വേണ്ടി ഏത് ഉത്തരവിലും ഒപ്പിടാൻ ഒരു മടിയുമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥരാണെന്നും, അധികാരം 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 അതിനോട് മാത്രം ഭ്രാന്തമായ ഒരു അഭിനിവേശമുള്ള ഒരു ഉദ്യോഗസ്ഥനുമാണ് എന്നാണ് എൻ്റെ അന്വേഷണത്തിൻ്റെ അവസാനം എനിക്ക് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. ഞാനിപ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ട് എടുത്തു നോക്കരുത്. അദ്ദേഹം 1978 മറ്റോ ആണ് IAS കയറുന്നത്. അതിനുശേഷം അദ്ദേഹം 2012 മറ്റോ അദ്ദേഹം റിട്ടയർ ചെയ്തു. 2012 റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ 13 വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ അന്വേഷിച്ചിടത്തോളം ഇപ്പം ഒരു 62, 73, 75 വയസ്സുള്ള ഒരു മഹാനാണ് ഇദ്ദേഹം. അതിനിടയിൽ അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഒരു ദിവസം പോലും അധികാരമില്ലാതെ അദ്ദേഹം തുടർന്നിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു തസ്തികയില്ലെങ്കിൽ വേറൊരു തസ്തിക, വേറൊരു തസ്തികയില്ലെങ്കിൽ വേറൊരു തസ്തിക, വേറൊരു തസ്തികയില്ലെങ്കിൽ മറ്റൊരു തസ്തിക. അത് ഇടതിരുന്നാലും ഇടതിരുന്നാലും K ജയകുമാറിന് തസ്തികകൾ ഉണ്ട്. അപ്പം അതിൽ തന്നെ മനസ്സിലാക്കാമല്ലോ അയാളുടെ ഒരു ഇച്ഛാശക്തിയും കാര്യക്ഷമത എന്താണ്. ആരിരുന്നാലും അയാൾക്ക് വേണ്ടത് അധികാരമാണ്. അപ്പം അയാളിപ്പോൾ എന്തോ പറയുന്നുണ്ടല്ലോ, അയാൾ പറയുന്നത് അയാൾക്ക് എന്തോ വലിയ നിയോഗമാണ്, ഭഗവാന്റെ നിയോഗമാണ്, താനൊരു വലിയ ഭക്തനാണ് എന്നൊക്കെ അയാൾ പറയുന്നത് ശുദ്ധ അസംബന്ധമാണത്, പൊട്ടത്തെറ്റാണ്. അയാളിപ്പോൾ ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ അദ്ദേഹം അയാൾ ഇരിക്കുന്നത് IMGയുടെ ഡയറക്ടർ പോസ്റ്റിലേക്കാണ്. അതൊരു ഒരു IAS കേഡറിലുള്ള പോസ്റ്റാണ്. ആ പോസ്റ്റ് യഥാർത്ഥത്തിൽ ആ പോസ്റ്റിൻ്റെ പേര് ഡയറക്ടർ ജനറൽ എന്നാണ്. അതൊരു കേഡർ IAS പോസ്റ്റാണ്. ആ പോസ്റ്റ് ഡയറക്ടർ എന്നുള്ള ഒരു പേരിലേക്ക് സർക്കാർ മാറ്റിയിട്ട് അവിടെ ഈ റിട്ടയർ ചെയ്ത ഈ വയോവൃദ്ധനെ അവിടെ നിയമിച്ചിരിക്കുകയാണ്.
അപ്പോൾ IAS കേഡറിലുള്ള ആളുകൾ ചോദിക്കുന്നത് ഇതെല്ലാം നിങ്ങളിങ്ങനെ IAS കേഡർ പോസ്റ്റുകളെല്ലാം ഇങ്ങനെ തരം മാറ്റി പുതിയ പേരുകൾ ഇട്ടിട്ട് അതിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ എടുത്തങ്ങ് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ IAS കേഡറിൻ്റെ പോസ്റ്റുകളൊന്നും പിന്നെ ഉണ്ടാവില്ല. ഓരോ പോസ്റ്റിലും ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ. നാളെ ചീഫ് സെക്രട്ടറിയുടെ പോസ്റ്റ് മാറ്റിയിട്ട് ഞങ്ങൾ സ്പെഷ്യൽ ചീഫ് സെക്രട്ടറി എന്നും പറഞ്ഞിട്ട് ഇഷ്ടമുള്ള ആളെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ IAS കാരിൽ കേഡർ പോസ്റ്റുകൾ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് IAS ഉദ്യോഗസ്ഥന്മാർ ഈ വിദ്വാൻ്റെ പോസ്റ്റിനെതിരായി അയാൾ അനധികൃതമായിട്ടാണ് ആ സ്ഥാനത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എറണാകുളത്ത് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഹർജിക്ക് മറുപടിയായി സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഇത് തങ്ങൾ മിഡ്ടേമായപ്പോഴത്തേക്കും ഇത് റീഡെസിഗ്നേറ്റ് ചെയ്തുവെന്നും അവിടെ തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഉദ്യോഗസ്ഥനെ വെച്ചു എന്നുള്ളത് സർക്കാർ സമ്മതിച്ചിട്ടുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. എന്ന് മാത്രമല്ല ഏതാണ്ട് 18-ാം തീയതി ആകുമ്പോഴത്തേക്ക് അതിൻ്റെ വിചാരണ അതിൻ്റെ വാദപ്രതിവാദം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ വയോവൃദ്ധൻ അയാൾ IMGയുടെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് തെറിക്കും. അപ്പോൾ അയാൾക്ക് ഒരു അധികാരവും ഇല്ലാതാവും. അധികാരം ഇല്ലാതെ അയാൾക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. കാരണം 2012 മുതൽ അയാൾ ഇങ്ങനെ അധികാരത്തിലേക്ക് ഇരിക്കില്ല. എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. അപ്പോൾ അധികാരത്തിൽ നിന്ന് തെറിക്കും എന്ന് മനസ്സിലായതിനെ തുടർന്നാണ് അയാൾ ഈ സ്ഥാനത്തിന് വേണ്ടിയിട്ട് നീക്കം നടത്തിയത്. ഇപ്പോൾ ആ സ്ഥാനം അയാളുടെ കയ്യിൽ വന്നിരിക്കുകയാണ്. ഇനി 3 വർഷവും കൂടി അയാൾക്ക് അധികാരത്തിൽ തുടരാം. അപ്പോൾ പിണറായി വിജയൻ ആകുമ്പോഴത്തേക്ക് പിന്നെ ഇതുപോലുള്ളവർക്ക് അധികാരം കിട്ടാൻ പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കഴിവ് നോക്കിയൊന്നും അല്ലല്ലോ അയാൾ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ അവിടെ പോകുമെന്ന് കരുതിയപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലേക്ക് ഇയാൾ ചാടുകയാണ് ചെയ്തത്. അല്ലാതെ ഇയാൾ പറയുന്നത് പോലെ തനിക്കെന്തോ ഭഗവാൻ ഇങ്ങോട്ട് കൊണ്ടു തന്നതാണെന്നും താൻ 2 കൈ നീട്ടി അത് സ്വീകരിക്കുകയാണെന്നും ഇത് ഭഗവാന്റെ ഇച്ഛയാണെന്നൊക്കെ പറയുന്നത് ശുദ്ധാസംബന്ധമാണ്. തീർത്തും അവസരവാദി, ഓപ്പർച്യൂണിസ്റ്റ് ഓഫ് ദി ഹയസ്റ്റ് ഓർഡർ എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്. അധികാരം കിട്ടാൻ വേണ്ടി ആർക്കും എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു അവസരവാദി എന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഇയാൾ 2012 ആണ് റിട്ടയർ ചെയ്യുന്നത്. അന്ന് UDF ആണ് അധികാരത്തിലിരിക്കുന്നത്. ആ റിട്ടയർ ചെയ്ത ഉടനെ തന്നെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ സ്വാധീനിച്ച് അയാൾ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായി. 5 വർഷക്കാലം അവിടെ ഇരുന്നു. വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ ചെറിയ പോസ്റ്റ് അല്ല, നമുക്കറിയാമല്ലോ. വൈസ് ചാൻസലർ ആകാനായിട്ട് ഒരുപാട് യോഗ്യതകളുണ്ട്. പക്ഷേ ഈ പുങ്കവന് ആ യോഗ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അയാൾ അവിടെ കടിച്ചു തൂങ്ങി. കാരണം ഉമ്മൻചാണ്ടിയുടെ പിന്തുണ അയാൾക്കുണ്ടായിരുന്നു. അയാൾ 5 വർഷം അവിടെ തുടർന്നു. അവിടുന്ന് അയാൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇപ്പോഴും ആ സർവകലാശാലയിൽ ഏതാണ്ട് 33 അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഒരു പ്രൊഫസറും ഒരു 3-4 MA കോഴ്സുമുള്ള ഏതൊരു ഡൈലാപ്പിഡേറ്റഡ് കെട്ടിടത്തിലാണ് ആ സർവകലാശാല ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇയാൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ വലിയ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ഇയാൾ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്തതെന്തെന്നറിയാമോ? വരുന്നവരുടെ ഏത് നിയമനം വന്നപ്പോഴും അതിൽ ഒപ്പിട്ട് കൊടുത്തു. ആര് വന്നാലും വേണ്ടില്ല, ആ രാഷ്ട്രീയക്കാരൻ്റെ ശുപാർശ ഉണ്ടോ ഈ K. ജയകുമാർ അത് ഒപ്പിട്ട് കൊടുക്കും. തൊഴുകൈയോടെ മൂക്കിൽ മുട്ടയും മുട്ടിച്ച് ഏത് രാഷ്ട്രീയക്കാരൻ വന്നാലും ആ രാഷ്ട്രീയക്കാരൻ്റെ കൂടെ നിൽക്കും. 2017 വരെ മലയാള സർവകലാശാലയിലിരുന്നു. അപ്പോൾ പിണറായി വിജയൻ വന്നു. അപ്പോൾ ആരെയോ സ്വാധീനിച്ചേതോ പിള്ളേന്നും കണ്ട് പറഞ്ഞിട്ടൊരു എന്തോ ക്യാൻസറിൻ്റെ സ്പെഷ്യലിസ്റ്റ് എന്തോ ഡോക്ടർ ഉണ്ടെന്നോ, അപ്പോൾ അയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിണറായി വിജയൻ എന്തോ അമേരിക്കയിൽ പോകുന്നതൊക്കെ കേൾക്കുന്നു. അത് ഇയാളുടെ ബന്ധുവാണെന്ന് കേൾക്കുന്നു. എന്തായാലും 2017 അയാൾ പിണറായി വിജയനെ സ്വാധീനിച്ച് IMGയുടെ ഡയറക്ടറായി. സുഹൃത്തുക്കളെ, അവിടെ 8 വർഷമായിട്ട് അവിടെ ഇരിക്കുകയാണ് അയാൾ. അവിടെ ആലോചിച്ച് നോക്കണം. വല്ല വീട്ടിൽ പോയി മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കളിപ്പിച്ച് ഇരിക്കുകയും കഴിവുള്ള വല്ലവർക്കും ആ സാധനം കൊടുക്കുന്നതിനും പകരം അയാൾക്ക് ഈ അധികാരമില്ലാതെ അയാൾക്ക് ഒരു സെക്കൻഡ് പോലും അയാൾക്ക് തുടരാൻ പറ്റില്ല. അയാൾക്ക് വേണ്ടത് അധികാരമാണ്, അല്ലാതെ മക്കളെയും കൊച്ചുമക്കളെയും കളിപ്പിച്ച് ഇരിക്കലൊന്നും അല്ല അയാളുടെ പണി. അയാൾക്ക് അധികാരവും കാറും അയാളെ സേവിക്കാൻ ആളുകളൊന്നും ഇല്ലാതെ അയാൾക്ക് തുടരാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ തുടർന്ന് വന്നപ്പോൾ കഴിവുള്ളവരെ അയാളെ എതിർത്ത് കാര്യങ്ങൾ കോടതിയിലൊക്കെ ചെന്നപ്പോഴത്തേക്ക് അത് പോകുമെന്ന് മനസ്സിലായി. ആ പോകുമെന്ന് മനസ്സിലായപ്പോഴാണ് അയാൾ ഈ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തി. അത് കിട്ടി അയാൾ അങ്ങോട്ട് ചാടിയത്. ഇനി പിണറായി വിജയൻ എന്തിനാണ് അയാളെ വെച്ചത്? എന്തോ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥനെ വെക്കാം എന്നൊക്കെ പറഞ്ഞ് വെച്ചതാണ്. ഒന്നുമല്ല. അങ്ങനെയാണ് കാര്യക്ഷമതയുള്ള എത്രയോ IAS ഉദ്യോഗസ്ഥന്മാരും റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥന്മാരും ഈ മലയാള മണ്ണിലുണ്ട്. അവരെ ഒന്നും അവിടെ വെക്കാതെ ഈ K. ജയകുമാർ എന്ന് പറഞ്ഞ ഈ റാങ്ക് ഓപ്പർച്യൂണിസ്റ്റിനെ അവിടെ വെക്കണമെങ്കിൽ
പിണറായി വിജയൻ അവിടുന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? പിന്നെ പിണറായി വിജയനെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണം സംഭവിച്ചെന്താ, ഇനി രാഷ്ട്രീയക്കാരനെ അവിടെ വെക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. കോടതി കുത്തിന് പിടിക്കും എന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ PS പ്രശാന്തിന് നീട്ടിക്കൊടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോഴാണ് കോടതിയുടെ നവംബർ 5 ഉത്തരവിൽ 2.5 പേജിൽ ഈ PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ബോർഡ് അവിടെ കാണിച്ചിട്ടുള്ള ചെറ്റത്തരം എന്താണെന്നുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ PS പ്രശാന്തിനെ തുടരാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ അയാളുടെ ചില ഏഴാംകുലി രാഷ്ട്രീയക്കാരെയൊക്കെ അവിടെ വെക്കാം എന്നൊക്കെ വന്നതാണ്. അപ്പോൾ ആരോ അയാളെ ഉപദേശിച്ചു, ഇനിയും രാഷ്ട്രീയക്കാരെ വെച്ച് കഴിഞ്ഞാൽ കോടതി ചിലപ്പോൾ ഇനിയും ആന്റഗണിസ്റ്റിക് ആവും, അതുകൊണ്ട് രാഷ്ട്രീയക്കാരെ വെക്കുന്നതിന് പകരം ഒരു ഉദ്യോഗസ്ഥനെ വെക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ തപ്പിയപ്പോൾ അയാൾക്ക് കിട്ടിയ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥൻ എന്ന് അയാൾ പറയുന്ന യഥാർത്ഥത്തിൽ ഏറ്റവും മോശം ഉദ്യോഗസ്ഥൻ. യഥാർത്ഥത്തിൽ അയാൾക്ക് വേണ്ടത് ഇതുപോലത്തെ ഈ കീറക്കടലാസുകളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അങ്ങനെ കണ്ടുപിടിച്ച ഒരുപക്ഷെ കേരളത്തിലെ IAS ഉദ്യോഗസ്ഥന്മാരിൽ വെച്ച് ഏറ്റവും മോശം ഉദ്യോഗസ്ഥനായിട്ടുള്ള, ഏത് രാഷ്ട്രീയക്കാരൻ വന്നാലും അവൻ്റെ മുമ്പിൽ മുട്ടയിൽ എഴയുന്ന, അവരുടെ മുമ്പിൽ തൊഴുകയോടെ നിൽക്കുന്ന, അവരുടെ മുമ്പിൽ മൂക്കുമുട്ടിച്ച് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ടുള്ള, അധികാരമില്ലാതെ ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ കഴിയാത്ത ജയകുമാറിനെ അയാൾ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് ഇയാൾ ഇതുപോലൊരു കഴിവെട്ട ഉദ്യോഗസ്ഥനെ ഇതുപോലൊരു സ്ഥാനത്തേക്ക് കണ്ടുപിടിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. വേറെ ഏത് ഉദ്യോഗസ്ഥനായാലും ഇതിനേക്കാൾ ഭേദമായിരുന്നു എന്നാണ് IASകാരുടെ ഇടയിൽ തന്നെയുള്ള സംസാരം. ഒരുപക്ഷെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും നാൾ അധികാരത്തിലിരുന്ന ഇതുപോലുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ വരെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പം ഇയാളുണ്ടാവും, ചിലപ്പോൾ KM എബ്രഹാം ഉണ്ടാവും, അയാളായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ റെക്കോർഡ് ഭേദിക്കാൻ പോകുന്നത്. അയാളും പിണറായി വിജയൻ്റെ ഒരു താങ്ങിയാണല്ലോ, ഒരു പുഷ്ടം താങ്ങിയാണല്ലോ, അയാളായിരിക്കും ചിലപ്പം. പക്ഷേ അയാളും ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയില്ല. ഇനിയിപ്പോൾ UDF സർക്കാർ വന്നാലും ചിലപ്പം അയാളുടെ സ്ഥാനത്ത് ഏതൊക്കെ വരുമല്ലൊന്നും നമുക്കറിയില്ല. എന്തായാലും 2016 മുതൽ ഇയാളുണ്ട്, ആര്, KM എബ്രഹാം ഉണ്ട്. 2016 10 വർഷമായിട്ട് KM എബ്രഹാം ഈ ജയകുമാറിൻ്റെ തൊട്ട് പുറകിലുണ്ട്. എന്തായാലും ജയകുമാർ എന്ന് പറഞ്ഞ ഈ റാങ്ക് ഓപ്പർച്യൂണിസ്റ്റ് ഇപ്പോൾ 13 വർഷം തുടർന്നു. ഇനി 3 വർഷം കൂടെ അയാളിരിക്കും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അയാൾ ദിവംഗതനാവുന്നതും മിക്കവാറും 1-2 സർക്കാർ സ്ഥാനങ്ങളും അയാളുടെ തോളിൽ വഹിച്ചുകൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ശബരിമലയിൽ ഇയാൾ ചെന്ന് കഴിയുമ്പോൾ അവിടെ എന്താണ് അയാൾ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അയാൾ മുകളിൽ നിന്ന് ഉത്തരവ് എന്ത് കിട്ടുമോ അത് മുട്ടയിൽ ഇഴഞ്ഞുകൊണ്ട് അയാൾ നടപ്പിലാക്കി കൊടുക്കും. അല്ലാതെ ഒന്നും ചെയ്യാനുള്ള കഴിവൊന്നുമുള്ള കാര്യക്ഷമതയൊന്നുമുള്ള ആളൊന്നും അല്ല അയാൾ 7 വർഷക്കാലം 17 മുതൽ IMGയിൽ ഇരുന്നിട്ട് അയാൾ എന്ത് പുല്ല ചെയ്തെന്നുള്ളതൊന്നും നമുക്കറിയില്ല. അയാൾക്ക് എന്തായാലും ദേവസ്വം ബോർഡിൽ ചെയ്യാൻ പണിയൊന്നുമില്ല. ദേവസ്വം ബോർഡിൽ പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്ന് എന്ത് എഴുതി കൊണ്ടുവരുന്നു അത് തൊഴുകയോടെ നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ അയാൾക്കുള്ളൂ. അല്ലാതെ അയാളിപ്പോൾ ചാനലിൽ കയറി ഇരുന്നുകൊണ്ട് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലെ ഏതോ ഒരു മോഹൻ, എന്തോ ഒരു ചെറുക്കൻ, വേറെ ഏതോ മറ്റേ മീഡിയ വണ്ണിൽ നിന്നും കണ്ടു വന്ന ഒരു ചെറുക്കൻ നിന്നിട്ട് അയാളെ അങ്ങ് പുകഴ്ത്തി കൊല്ലുന്നത് കണ്ട് രാവിലെ. എന്തോ അഭിലാഷ് മോഹൻ എന്ന് പറഞ്ഞിട്ട് ഒരു അഭിനവ താൻ ഏറ്റവും വലിയ കൂടിയ കേരളത്തിലെ പത്രപ്രവർത്തകനാണെന്നുള്ള തോന്നലുള്ള ഒരു പയ്യൻ അവിടെയുണ്ട്. ആ പയ്യൻ ഇരുന്നു കൊണ്ട് ഇയാളെ അങ്ങ് പൊക്കി കയറ്റുന്നത് കണ്ടു. കാരണം ആ പയ്യന്മാർക്കൊന്നും ഇയാൾ ആരാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഇയാളെന്തോ വലിയ ആളാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ചാഞ്ഞിരുന്ന സംസാരം ഒന്നുമല്ല. പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് എന്തെങ്കിലും എഴുതി കൊണ്ട് കൊടുത്താലും അത് തൊഴുകയോടെ നിന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അയാളുടെ ഉത്തരവാദിത്വം. കാരണം അയാൾക്ക് അധികാരം മതി, അയാൾക്ക് സ്ഥാനം മതി, അയാൾക്ക് ലക്ഷങ്ങളുടെ ശമ്പളം മതി, അയാൾക്ക് ഓഫീസ് മതി, അയാൾക്ക് അയാളെ സേവിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മതി. അത് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്തും ചെയ്യും. മലയാള സർവകലാശാലയിൽ അയാൾ ചെയ്തതാണെന്ന് പറഞ്ഞത്. ഏറ്റവും കൊടിയ അഴിമതിക്കാരനായിരുന്നു അയാൾ മലയാള സർവകലാശാലയിൽ ഇരുന്നപ്പോഴെന്ന് ഞാൻ മനസ്സിലാക്കി. ആ മലയാള സർവകലാശാല എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വാടക വീട് പോലെ ഒക്കെയാണ് പറയുന്നത്. മലയാള സർവകലാശാല എന്ന് പേര് പറയാവുന്നതേ. അതുകൊണ്ട് ഈ ജയകുമാർ എന്ന് പറഞ്ഞ ആൾ ഒരു കാര്യക്ഷമതയുള്ള ആളല്ല, അയാളൊരു കൊള്ളാവുന്ന IASകാരനും അല്ല. അയാൾ ഏറ്റവും ഉള്ളതിൽ വെച്ച് ഏറ്റവും മോശം IASകാരനാണ്. അയാൾക്കൊരു കാര്യക്ഷമതയുമില്ല, അയാൾക്കൊരു ഇച്ഛാശക്തിയുമില്ല. അയാളുടെ രാഷ്ട്രീയക്കാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ മുമ്പിൽ തൊഴുകയോടൊന്ന് ചെയ്തു കൊടുക്കുന്ന ഒരു അധികാര ഭ്രാന്തനും ഒരു കൊടിയ അവസരവാദിയും മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്
അതായത് രാഷ്ട്രീയക്കാരന് ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുമെന്നും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യും എന്ന് ഉത്തമ ബോധ്യം പിണറായി വിജയൻ ഉള്ളതുകൊണ്ടാണ് ഈ IAS നിന്ന് ഒരുപക്ഷെ റിട്ടയർ ചെയ്തവരിൽ വെച്ച് പോലും ഏറ്റവും മോശമായ ഒരു ഉദ്യോഗസ്ഥനെ ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി പിണറായി വിജയൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.